Welcome to a new video on balance of payments. Balance of payments. Balance of payment or BOP of a country can be defined as a systematic statement of all economic transactions of a country with the rest of the world during a specified period, usually 1 year. ബാലൻസ് ഓഫ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിനെ പറ്റി പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെ പറ്റി പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിത്ത് ഹും? ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു കൺട്രി നടത്തുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തേക്കുന്ന ഒരു റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നത് യൂഷ്വലി 1 ഇയറിലേക്കാണ്. Specified period, usually 1 year. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫോളോസ് ദ ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ 2 ആസ്പെക്ട്സ് ഉണ്ടാവും. ഒന്നൊരു ക്രെഡിറ്റ് സൈഡും ഒന്ന് ഡെബിറ്റ് സൈഡും. അപ്പോൾ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഒന്നിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനെക്കാട്ടിലും ഗ്രേറ്റർ എങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ് ആണ് ഉണ്ടാകുന്നത്. അതേസമയം ഡെബിറ്റ് സൈഡ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആണ്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ബാലൻസ്ഡ് ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബാലൻസ്ഡ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ് ഉണ്ടാകാം, ഡെഫിസിറ്റ് ഉണ്ടാകാം, ബാലൻസ്ഡ് എന്ന് പറയുന്നൊരു കണ്ടീഷനും ഉണ്ടാകാം. ദെൻ വൈ ഡു വി കാൽക്കുലേറ്റ് ദിസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്? എന്തിനാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ടു അനലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ഓഫ് എ കൺട്രി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ ആദ്യം തന്നെ ഡെഫിനിഷനിൽ പറഞ്ഞു, അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലേ? ഓഫ് വാട്ട്? ദ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ഓഫ് എ കൺട്രി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഹെൽപ്ഫുൾ ആണ്. Second one, it indicates whether the country has a surplus or a deficit on trade. ട്രേഡിൽ നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇഫ് എക്സ്പോർട്ട്സ് ആർ ഗ്രേറ്റർ ദാൻ ദി ഇമ്പോർട്ട്സ് ദെൻ ദർ വിൽ ബി ട്രേഡ് സർപ്ലസ്. അതുപോലെ ഇമ്പോർട്ട്സ് ആണ് കൂടുതലെങ്കിൽ അവിടെ ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇസ് ഇറ്റ് റിവീൽസ് ദ ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റേറ്റസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസും അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റേറ്റസും മനസ്സിലാക്കാൻ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെക്കോർഡിലൂടെ സാധിക്കും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ടു ഡിറ്റർമിൻ വെദർ ദ കൺട്രീസ് കറൻസി വാല്യൂസ് അപ്രീഷിയേറ്റിംഗ് ഓർ ഡിപ്രീഷിയേറ്റിംഗ്. നമ്മുടെ കറൻസിയുടെ വാല്യൂ അപ്രീഷിയേറ്റിംഗ് ആണോ അതോ ഡിപ്രീഷിയേറ്റ് ചെയ്യുവാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു റെക്കോർഡ് വഴി നമുക്ക് കഴിയും. ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു ഡിസൈഡ് ഇറ്റ്സ് ഫിസ്ക്കൽ ആൻഡ് ട്രേഡ് പോളിസീസ്. അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമ്മൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കി അതിലൂടെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് ഗവൺമെൻറ് അതിൻ്റെ ഫിസ്ക്കൽ പോളിസീസും ട്രേഡ് പോളിസീസും ഒക്കെ തീരുമാനിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻലി നമ്മൾ 2 അക്കൗണ്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ അത് ഡീൽ ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മെഷർമെൻ്റ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ഫിനാൻഷ്യൽ ഫണ്ട്സുമായിട്ട് ഡീൽ ചെയ്യുന്ന അക്കൗണ്ടാണ്. സോ ഫസ്റ്റ് വി ക്യാൻ ഡീൽ വിത്ത് ദ കറണ്ട് അക്കൗണ്ട് ദാറ്റ് മെഷേഴ്സ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് വിസിബിൾസ്, അതായത് ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസ് എന്ന് നമുക്ക് പറയാം, ആൻഡ് ഇൻവിസിബിൾസ് ദാറ്റ് മീൻസ് നോൺ മെർക്കൻഡൈസ്, അതായത് നോൺ ഗുഡ്സ് ആണ് അതിൽ വരുന്നത്. ഇൻവിസിബിൾസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് അല്ലാത്തത്, മെർക്കൻഡൈസ് അല്ലാത്തത്, നോൺ മെർക്കൻഡൈസ്. വിസിബിൾസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മെർക്കൻഡൈസ് അല്ലെങ്കിൽ ഗുഡ്സ് ആണ്. ആൻഡ് ഇൻവിസിബിൾസ് ഇൻക്ലൂഡ് സർവീസസ്, ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഇൻകം. It records all the transactions that relate to the actual receipts and payments of the visible items, invisible items, and the unilateral transfers during a specified period of time. Unilateral transfers അല്ലെങ്കിൽ payments എന്ന് പറഞ്ഞാൽ it is a type of payment that do not require the party to return anything. നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് എക്കണോമിക് സ്റ്റിമുലസ് ഒക്കെ സിറ്റിസൻസിന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് വഴി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഗവൺമെൻറ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ആണ്. കാരണം ദ ഗവൺമെൻറ് ഇസ് ഗിവിങ് ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് നത്തിങ് ഇൻ റിട്ടേൺ. തിരിച്ചൊന്നും കിട്ടുന്നില്ല, പക്ഷേ ഇങ്ങനത്തെ പാക്കേജുകളായിട്ടൊക്കെ ഗവൺമെൻറ് സിറ്റിസൻസിന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സിന് എക്സാമ്പിളാണ്. അതുപോലെ രാജ്യങ്ങൾക്ക് കിട്ടുന്ന ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ മിലിറ്ററി എയ്ഡും ഇതിൽ ഉൾപ്പെടുത്താം.
ഇനി കറണ്ട് അക്കൗണ്ടിൻ്റെ മെയിൻ കമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദർ ആർ 4 മെയിൻ കമ്പണൻസ് ഫോർ ദിസ് കറണ്ട് അക്കൗണ്ട്. ഫസ്റ്റ് വൺ ട്രേഡ് ഇൻ ഗുഡ്സ്, രണ്ടാമത്തത് ട്രേഡ് ഇൻ സർവീസസ്, തേർഡ് വൺ ഇസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആൻഡ് ഫോർത്ത് വൺ ഇസ് ഇൻകം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ടു ആൻഡ് ഫ്രം അബ്രോഡ്. അപ്പോൾ ആദ്യം പറഞ്ഞ ട്രേഡ് ഇൻ ഗുഡ്സ് പറയുന്നത് എക്സ്പോർട്ട്സും ഇമ്പോർട്ട്സും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ട്രേഡ് ഇൻ ഗുഡ്സിലാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ട്രേഡ് ഇൻ സർവീസസ്. ട്രേഡ് ഇൻ സർവീസസ് എന്ന് പറഞ്ഞാൽ അത് ഇൻവിസിബിൾ ട്രേഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ടർ ഇൻകം ആൻഡ് നോൺ ഫാക്ടർ ഇൻകം ട്രാൻസാക്ഷൻസ്. അതിൽ ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് നെറ്റ് ഇൻ്റർനാഷണൽ ഏർണിങ്സ് ഓൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ് ഇവിടെ പറയുന്നത്? ലേബറും ലാൻഡും ക്യാപിറ്റലും. അപ്പോൾ അതിൽ ഫാക്ടർ ഇൻകത്തിൽ വരുന്നത് നെറ്റ് ഇൻ്റർനാഷണൽ ഏർണിങ്സ് ഓൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സിംപ്ലി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇൻകമാണ് നമ്മളിതിൽ രേഖപ്പെടുത്തുക. അതുപോലെ നോൺ ഫാക്ടർ ഇൻകം, ഇറ്റ് ഇൻക്ലൂഡ്സ് എ നെറ്റ് സെയിൽ ഓഫ് സർവീസസ് പ്രൊഡക്ട്സ് ലൈക്ക് ഷിപ്പിംഗ്, ബാങ്കിങ്, ടൂറിസം, സോഫ്റ്റ്വെയർ സർവീസസ് എക്സെട്ര. Now the third component is transfer payments. Transfer payments അല്ലെങ്കിൽ unilateral payments. അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. These are the receipts which the residents get for free without having to provide any goods or services in return. ഇതിൽ ഗിഫ്റ്റ്സോ അല്ലെങ്കിൽ റെമിറ്റൻസസോ ഗ്രാൻസോ ഒക്കെ വരാം. The next is income, receipts and payments to and from abroad. It involves investment income in the form of rent, profits and interest. നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റും സർപ്ലസും പറഞ്ഞ പോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും കറണ്ട് അക്കൗണ്ട് സർപ്ലസും ഉണ്ട്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ വെൻ ദ വാല്യൂ ഓഫ് എ കൺട്രീസ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് എക്സ്പോർട്ട്സ്. ഇമ്പോർട്ട്സ് കൂടുതലും എക്സ്പോർട്ട്സ് കുറയുമ്പോഴുമാണ് നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഒക്കേഴ്സ് വെൻ ദ വാല്യൂ ഓഫ് എ കൺട്രീസ് എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് imports. Now let's see the capital account. Capital account includes those transactions which cause a change in the assets or liabilities of a country's residents or its government. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വ്യത്യാസം? കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് ഇൻ വിസിബിൾസും ഇൻവിസിബിൾസും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വിസിബിൾസും ഇൻവിസിബിൾസും ഒന്നുമല്ല, മറിച്ച് ഒരു കൺട്രിയുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റെസിഡൻസിൻ്റെ അസറ്റ്സിലും ലയബിലിറ്റീസിലും വരുന്ന ചേഞ്ചാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വഴി നമ്മൾ കാണിക്കുന്നത്. ഇറ്റ് ഷോസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം ഫോർ എ കൺട്രി. ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇൻകമാണ് നമ്മളിതിൽ മെഷർ ചെയ്യുക. ഇറ്റ് ഗീവ്സ് എ സമ്മറി ഓഫ് ദ നെറ്റ് ഫ്ലോ ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ടു ആൻ ഇക്കോണമി. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. Now we can look into the components of capital account. There are 3 main components: borrowings and lendings to and from abroad, investments to and from abroad, then change in foreign exchange reserves. These are the 3 main components of capital account. ആദ്യം നമുക്ക് borrowings and lendings to and from abroad എന്താണെന്ന് നോക്കാം. ഒരു ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്സും ലെൻഡിങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ഈ ഒരു അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ നമ്മൾ ബോറോയിങ്സ് ക്രെഡിറ്റ് സൈഡിലും ലെൻഡിങ് ഡെബിറ്റ് സൈഡിലുമാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ബോറോയിങ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ്സ് ആകാം. അതായത് ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ ബോറോ ചെയ്യുന്നു അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കമേഴ്ഷ്യൽ രീതിയിൽ വരുന്നത്. ഇനി അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ ബോറോയിങ് തന്നെ ചിലപ്പോൾ എക്സ്റ്റേണൽ അസിസ്റ്റൻസ് ആയിരിക്കും. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു അസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതോ വാങ്ങുന്നതോ ഒക്കെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കമ്പണൻറ്റ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു ആൻഡ് ഫ്രം അബ്രോഡ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആകാം. ഇതിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എ പർച്ചേസ് ഓഫ് എൻ അസെറ്റ് വിച്ച് ഗീവ്സ് ഡയറക്റ്റ് കൺട്രോൾ ടു ദ ബയർ ഓവർ ദ അസെറ്റ്. എക്സാമ്പിൾ പർച്ചേസ് ഓഫ് ലാൻഡ്, ബിൽഡിംഗ് എക്സെട്ര. ഇനി പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ദ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ആൻഡ് പൊസിഷൻസ് ഇൻവോൾവിംഗ് ഇക്വിറ്റി ഓർ ഡെറ്റ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ റിസർവ് അസെറ്റ്സ്.
എഫ് ഡി ഐയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എഫ് ഡി ഐ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഡയറക്ട്ലി ഇൻ ദ പ്രൊഡക്റ്റീവ് അസറ്റ്സ് ഓഫ് അനദർ നേഷൻ. മറ്റൊരു നേഷനിലുള്ള പ്രൊഡക്റ്റീവ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എഫ് ഡി ഐ എന്ന് പറയുന്നത്. പക്ഷേ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ്, സ്റ്റോക്കോ ബോണ്ടോ അതുപോലെയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിൽ, അതായത് വേറൊരു കൺട്രിയിലുള്ള ഇങ്ങനെയുള്ള അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കീഴിലാണ് വരുന്നത്. തേർഡ് കമ്പോണൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. അതായത് നമ്മുടെ ഗവൺമെൻറ് അതിൻ്റെ സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസറ്റ്സിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗവൺമെൻറ് കീപ്പ് ചെയ്യുന്ന റിസർവ്സിൽ ചേഞ്ച് വരുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ അതിൻ്റെ ഫോറിൻ കറൻസി അസറ്റിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ബാലൻസസിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. എസ് ഡി ആർ ബാലൻസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സപ്ലിമെൻ്ററി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് മെയിൻറ്റെയിൻ ബൈ ദ IMF. IMF മെയിൻറ്റെയിൻ ചെയ്യുന്ന സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അസറ്റുകളെയാണ് നമ്മൾ SDR ബാലൻസസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ ചേഞ്ചസ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആണ് എങ്കിൽ ദ ഗവൺമെൻറ് വിൽ വിത്ഡ്രോ ഫ്രം ഇറ്റ് സ്റ്റോക്ക് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്ന് വിത്ഡ്രോ ചെയ്യും ഗവൺമെൻറ്. നേരെ മറിച്ച് സർപ്ലസ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വിൽ ബി ഇൻക്രീസിങ് ഓർ റൈസിങ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും സർപ്ലസും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലും സർപ്ലസും ഡെഫിസിറ്റും ഉണ്ട്. കറണ്ട് അക്കൗണ്ടിലെ ഡെഫിസിറ്റും സർപ്ലസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇൻ ടേംസ് ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇവിടെ നമ്മൾ വി ആർ എക്സ്പ്ലെയിനിങ് ദ സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് യൂസിങ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് മണി. ഇഫ് ദ ഇൻഫ്ലോ ഓഫ് മണി into the country is greater than the outflow of money from the country, then we will have a surplus in the capital account. ഇപ്പോൾ ഇൻഫ്ലോ കൂടുതലാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആയിരിക്കും. അതുപോലെ നേരെ മറിച്ച് ഡെഫിസിറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? മണി വിൽ ബി മൂവിങ് ഔട്ട് ഓഫ് ദ കൺട്രി ഇൻ എ ഗ്രേറ്റർ മാനർ.